നമസ്കാരം. നാളെ ഓഗസ്റ്റ് മാസം 20-ാം തീയതിയാണ്, ബുധനാഴ്ച ദിവസം. നാളത്തെ ദിവസം 15 നക്ഷത്രക്കാരായ ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഈ 15 നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ചെറിയ ചില മാറ്റങ്ങളൊക്കെ വന്നു ചേരാൻ ഭാഗ്യമുണ്ടാകുന്ന ഒരു ദിനമാണ്. സാമ്പത്തികമായി ചില കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ചില മാർഗങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തെളിയുന്ന ഒരു സമയം കൂടിയാണ്. ഇത് പ്രത്യേകിച്ച് പറയുമ്പോൾ പൊന്നിൻ ചിങ്ങമാസമാണ്. പൊന്നിൻ ചിങ്ങമാസത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഗുണാനുഭവങ്ങളായിരിക്കും നമ്മൾ മനുഷ്യർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ള മാസങ്ങളെ അവയൊക്കെ അപേക്ഷിച്ച് ചിങ്ങമാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഏവരും വളരെയധികം പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നത്. രാശിമാറ്റമൊക്കെ നടക്കുന്ന, വളരെയധികം മാറ്റങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ചിങ്ങമാസം. അപ്പോൾ ഇവിടെ നാളത്തെ ദിവസഫലം പറയുമ്പോൾ 15 നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം അനുഭവത്തിൽ വരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കൂടാതെ ചെറിയ ചില പരിഹാരങ്ങൾ കൂടി പറഞ്ഞു തരാം. അപ്പോൾ നാളത്തെ ദിവസം ഒരു മാറ്റം, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പോലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി പോസിറ്റീവായുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് ആ പരിഹാരത്തിലൂടെ സാധ്യമാകുന്നതാണ്. ഏവരും നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഓരോ ദിവസവും അനിവാര്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. എന്ത് പ്രശ്നങ്ങൾ, എന്ത് പ്രതിസന്ധികൾ, ആരും കൂടെ ഇല്ലാത്ത അവസ്ഥ, ഒറ്റപ്പെട്ടതായിട്ടുള്ള അവസ്ഥകൾ, സാമ്പത്തിക പരാധീനതകൾ, വിഷമങ്ങൾ, മാനസിക സംഘർഷങ്ങൾ എന്തുണ്ടെങ്കിലും നമുക്കൊപ്പം ഉണ്ടാകുന്ന ഏക ശക്തി അത് ഭഗവാൻ മാത്രമാണ്. ഏതൊക്കെ ആൾബലമുണ്ടോ, പണത്തിൻ്റെ ബലമുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഏറ്റവും നമുക്ക് ആത്യന്തികമായി പറയാൻ കഴിയുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ ചൈതന്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എപ്പോഴും നല്ല രീതിയിലുള്ള പ്രാർത്ഥന അനിവാര്യമാണ്. പ്രാർത്ഥനയും വേണം, അതേപോലെ തന്നെ പ്രവൃത്തിയും വേണം. രണ്ടും ഒരുപോലെ ഉണ്ടാകുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത്. ഇവിടെ 15 നക്ഷത്രക്കാരായ ആളുകളുടെ നാളത്തെ ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യമായി വരുന്നത് ഇടവം രാശിയിലുള്ള കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരാണ്. സാമ്പത്തികമായി നോക്കുമ്പോൾ ചില പ്രധാന ഉപദേശങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കാണുന്ന ദിവസമാണ്. അതായത് സാമ്പത്തികമായി വളരെയധികം മുന്നോട്ടായിട്ടുള്ള ആളുകളുണ്ട്, ഉന്നതരായ ആളുകൾ, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ കൊയ്യുന്ന ആളുകൾ. അവരിൽ നിന്നൊക്കെ അവരെങ്ങനെയാണ് ആ ഒരു നിലയിലേക്ക് എത്തിയത് എന്ന ചില അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു ഭാഗ്യം നാളത്തെ ദിവസം കാണുന്നുണ്ട്. അപ്പോൾ ചില പ്രധാനപ്പെട്ട ആളുകളെ കാണാനും അവരിൽ നിന്ന് ചില അറിവുകളൊക്കെ ലഭിക്കാനുമുള്ള ഭാഗ്യമുണ്ടാകുന്നത് നിങ്ങൾക്ക് നാളത്തെ ദിവസമെന്നല്ല, മുന്നോട്ടുള്ള സമയങ്ങളിൽ ഒക്കെയും ഒരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും അവരിൽ നിന്ന് ലഭിക്കുന്ന ചില നിർദ്ദേശങ്ങളൊക്കെ. അതേപോലെ ചില പ്രധാന മംഗള പരിപാടികളിൽ, അല്ലെങ്കിൽ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നു. അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ ചില പ്രധാന ആളുകളെയൊക്കെ കാണാൻ, അല്ലെങ്കിൽ തലമുതിർന്ന, അതായത് മൂത്ത ആളുകളെയൊക്കെ കാണാനും അവരിൽ നിന്ന് ചില നിങ്ങളുടെ ജീവിതത്തെ ഇനി എങ്ങനെ മുന്നോട്ട് കരുപിടിപ്പിക്കാം എന്നുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുന്നതും പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങളൊക്കെ വന്നു ചേരാനുള്ള വഴിയൊരുക്കുന്ന ഒരു ദിനം കൂടിയാണ് നാളത്തെ ദിവസം. ജോലി മാറാനൊരു തീരുമാനം നിങ്ങളിപ്പോൾ നിലവിലെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സംതൃപ്തി നൽകുന്ന തരത്തിലുള്ള ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിനം കൂടിയായിരിക്കും. നിലവിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊന്ന് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റമൊക്കെ വരുന്ന ഒരു ദിവസം കൂടിയാണ്. ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ചെയ്തു തീർക്കാൻ സാധ്യമാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. അതായത് ഒരുപാട് നാളുകൾ കൊണ്ട് മനസ്സിലാഗ്രഹിച്ച കാര്യം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അതിൻ്റെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നാളത്തെ ദിവസം അത് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ്. ജീവിത പങ്കാളിയുമൊത്ത് വളരെ സ്നേഹത്തിൽ പോകാൻ കഴിയുന്ന ഒരു ദിനമാണ്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് രണ്ടുപേരും ബോധവാന്മാരായിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഒരാൾക്ക് സമ്പത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കടങ്ങൾ, എന്തൊക്കെയാണ് ദുഃഖങ്ങൾ, എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ അറിയായിരിക്കും. ഒരാൾക്ക് അതിനെപ്പറ്റി ചിലപ്പോൾ ഒരു ധാരണയും ഇല്ലായിരിക്കും. അപ്പോൾ സമ്പത്ത് ചിലപ്പോൾ എന്തെങ്കിലും കുറവുകൾ വരുമ്പോൾ കണക്ക് പറഞ്ഞുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ദമ്പതികൾക്കിടയിൽ. അപ്പോൾ അതൊന്ന് മാറ്റാൻ ശ്രമിക്കുക. അതായത് രണ്ടുപേരും വരവ് ചിലവുകളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതും സാമ്പത്തികമായിട്ട് ദാമ്പത്യപരമായിട്ടുമൊക്കെ ഒരു അടിത്തറ ഉണ്ടാകുന്നതിന് സഹായിക്കും. അപ്പോൾ നിങ്ങൾ നാളത്തെ ദിവസം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും, അതേപോലെ പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രണയബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും, ദമ്പതികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നാളത്തെ ദിവസം ഒഴുക്ക് വെള്ളത്തിൽ 1 രൂപ നാണയം ഒഴുക്ക് വെള്ളത്തിൽ ഇങ്ങനെ
സമർപ്പിക്കുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ ഒഴുക്ക് വെള്ളത്തിൽ അത് തിരിഞ്ഞ് നിന്നിട്ട് നമ്മൾ പുറകോട്ട് എറിയാറില്ലേ, അങ്ങനെ ഒന്ന് ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അത് ഒഴുകുന്ന വെള്ളത്തിൽ, കെട്ടിക്കിടക്കുന്ന ജലത്തിലല്ല, ഒഴുകുന്ന ജലത്തിൽ 1 രൂപ നാണയം സമർപ്പിക്കുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ നാളെ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ്. ഒരു ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും, പ്രണയിക്കുന്ന ആളുകൾക്ക് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് ഇത് സഹായകമാകുന്നതാണ്. മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായ ആളുകൾക്കും കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് മനസ്സ് വിഷമിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മനസ്സിനെ അങ്ങനെ കടിഞ്ഞാണില്ലാതെ വിടാതിരിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് മാത്രം മനസ്സിൽ സ്ഥാനം കൊടുക്കുക. ഭഗവാനെ എപ്പോഴും പ്രാർത്ഥിക്കുക. ചിന്തകൾ ഒരുപാട് മനസ്സിലേക്ക് വരാൻ അനുവദിക്കാതിരിക്കുക. അതിനുള്ള ഏക മാർഗ്ഗം ഭഗവാനിലേക്ക് മനസ്സിനെ എത്തിക്കുക എന്നതാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമേ മനസ്സിലേക്ക് വരൂ. നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തകളും ഭഗവാൻ മനസ്സിലേക്ക് എത്തിക്കുകയില്ല. പുതിയ ചില സാമ്പത്തിക മാർഗ്ഗങ്ങളൊക്കെ തുറക്കപ്പെടുന്ന ഒരു ദിനം കൂടിയായിരിക്കും. പുതിയ ഏതെങ്കിലുമൊക്കെ ചുമതലകളൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു ഭാഗ്യവും അവസരവും ഒക്കെ ഉണ്ടാകുന്നതാണ്. എങ്കിലും ചില പുതിയ തീരുമാനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ചില പുതിയ ചുമതലകളൊക്കെ ഏറ്റെടുക്കുമ്പോഴും അതിൻ്റെയൊക്കെ നന്മ തിന്മകൾ മനസ്സിലാക്കിയിട്ട് വേണം അതിലേക്ക് ചെന്നെത്തുവാനായിട്ട്. അതായത് പെട്ടെന്ന് നമുക്കൊരു സ്ഥാനം തരികയാണെങ്കിൽ അത് നമ്മളെക്കൊണ്ട് സാധിക്കുമോ, അല്ലെങ്കിൽ അതിന് ഏതൊക്കെ വഴികളിലൂടെ നമുക്കത് സഞ്ചരിക്കാൻ കഴിയുമോ എന്നത് നോക്കിയിട്ടേ അതിലേക്ക് എടുത്ത് ചാടാം. അതായത് നമുക്ക് പെട്ടെന്നൊരു കാര്യം കയ്യിലോട്ട് കിട്ടുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടോ അതോ ഭാവിയിൽ ദോഷമുണ്ടാകുമെന്നത് മനസ്സിലാക്കിയിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്. മാതാപിതാക്കൾക്ക് നിങ്ങൾ നിമിത്തം അഭിമാനം ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ദിവസമാണ്. വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നാളത്തെ ദിവസം ചില യാത്രകളൊക്കെ ചെയ്യേണ്ടതായി വരും. ആ യാത്രകൾ നിമിത്തം വളരെയധികം ഗുണവും ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ ചെയ്യേണ്ടത്, രാവിലെ പുറത്തേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഏലക്ക വായിലിട്ടൊന്ന് ചവയ്ക്കുക. അതുവഴി അതിൻ്റെ ഒരു എനർജി നിങ്ങളിലേക്ക് എത്തുകയും അത് ദിവസവും ആ നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായി നിൽക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ്. ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്ക് നിങ്ങൾക്ക് നാളത്തെ ദിവസം ഒരു സുഹൃത്തിനെ സഹായിക്കേണ്ടതായ അവസരം വന്നു ചേരുന്നതാണ്. ഒരു സുഹൃത്തിന് നാളത്തെ ദിവസം നിങ്ങളുടെ സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ളതായ ചില സഹായങ്ങൾ വേണ്ടി വരുന്നതാണ്. അതേപോലെ തന്നെ കൊള്ളുന്നതായ ചില പ്രവൃത്തികൾ മക്കളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതായത് മക്കൾ നിമിത്തം നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാകും, അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ ചെയ്യുന്നതായ നേട്ടങ്ങൾ കൊണ്ടും നാളത്തെ ദിവസം ചിത്തിര, ചോതി, വിശാഖം വരെ നിങ്ങൾക്ക് മാതാപിതാക്കൾ എന്ന നിലയിൽ വളരെയധികം അഭിമാനം ഉണ്ടാകുന്നതാണ്. വരുമാനം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാം എന്നുള്ള ചില ഉൾവിളി ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നാളെ നൽകുന്ന ഒരു ദിവസമായിരിക്കും. പങ്കാളിയോടൊപ്പം നല്ല സമയം ചിലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായൊരു വ്യക്തിയുടെ കൈകടത്തൽ നിങ്ങളുടെ ജീവിതത്തിൽ നാളെ അല്പം ഒരു നീരസത്തിനൊക്കെ കാരണമാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ പുറമേയുള്ള ആളുകൾ കൈകടത്താൻ കൂടുതൽ അനുവദിക്കാതിരിക്കുന്നതാണ് ഇന്നെന്നല്ല എപ്പോഴും ഉത്തമമായിട്ടുള്ളത്. രണ്ട് അഭിപ്രായം വരുമ്പോൾ അവിടെ പിന്നെ ഒരു ക്ലാഷ് ഉണ്ടാവുകയാണ്. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ മൂന്നാമതൊരാൾ കൈകടത്താതിരിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ലൊരു ദിവസമാണ്. അപ്പോൾ ആ ഒരു ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു ചേരാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്ന ആൾ, അതായത് എന്തെങ്കിലും ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടാതെ തടസ്സപ്പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പശുക്കൾക്ക് പുല്ല് നൽകുന്നത് ഒരു ഉപാധിയാണ് നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ നിലനിൽക്കുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതിന്. ഗൃഹത്തിൽ പശുക്കൾ ഉള്ളവരാണെങ്കിൽ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ ആ ഗൃഹത്തിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈ കൊണ്ട് അതിന് അല്പം പുല്ല് കൊടുക്കാൻ ശ്രമിക്കുക. അതല്ല വീട്ടിൽ പശു ഇല്ലെങ്കിൽ പോകുന്ന റോഡിലൂടെ നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ പോകുന്ന വഴിയിൽ പശുക്കളുണ്ടെങ്കിൽ അല്പം പുല്ല് അവർക്ക് നിങ്ങളുടെ കൈ കൊണ്ട് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഉത്തമമായിരിക്കും. ചിലപ്പോൾ പരിചയമില്ലാത്ത ആളുകളായി പശു ചവിട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾ പോകേണ്ട. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പശുവിന് അല്പം പുല്ല് കൊടുക്കുന്ന നാളത്തെ ദിവസം. എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക തടസ്സങ്ങൾ, അതായത് ലോൺ പോലെയുള്ള കാര്യങ്ങൾ സാങ്ഷൻ ആകുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് ഗോമാതാവാണ് അവയെ ഊട്ടുന്നത് വളരെയധികം ഫലം ചെയ്യുന്നതാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്ക് അകന്നു നിന്നൊരു ബന്ധുവിൽ നിന്ന് ഒരു ശുഭകരമായ വാർത്ത ശ്രവിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. അതായത് എന്തെങ്കിലുമൊക്കെ വസ്തുതർക്കങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്ത് തർക്കങ്ങളൊക്കെ കൊണ്ട് ചില ആളുകൾ അകൽച്ചയിലേക്ക് വരും. അപ്പോൾ ആ അകൽച്ചയൊക്കെ മാറി നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങളിലേക്ക് കിട്ടും എന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരും എന്ന് ആ ഒരുപാട് നാളായി അകന്നു നിന്ന ബന്ധുവിൽ നിന്ന് ശുഭകരമായൊരു വാർത്ത ശ്രവിക്കാൻ ഭാഗ്യമുണ്ടാകും. വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരിക്കും ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം. അല്പം സമയം കുടുംബത്തിന്
വേണ്ടി ചിലവാക്കാനായിട്ട് നിങ്ങൾ നാളത്തെ ദിവസം നല്ല തുടർന്നുള്ള സമയങ്ങളിലും ചിലവാക്കണം. ശ്രദ്ധിക്കണം. അതായത് എപ്പോഴും തിരക്കുള്ള മനുഷ്യരാണ് ഓരോ ആളുകളും. ഇന്നത്തെ കാലത്ത് തിരക്കില്ലാത്തവരെ ആരും തന്നെയില്ല. കൊച്ചു കുട്ടികൾക്ക് വരെ അങ്ങേയറ്റത്തെ തിരക്കാണ്. ധാരാളം പഠിക്കാനുണ്ട്, അങ്ങനെ പല പല തിരക്കുകൾ. അപ്പോൾ നമ്മൾ ജോലിയുടെ കാര്യം പറഞ്ഞ് കുടുംബത്തിൽ നിന്ന് അകന്ന് നിൽക്കാനായി ആരും ശ്രമിക്കരുത്. കുട്ടികൾക്ക് അവർക്ക് നൽകേണ്ടതായ മാതാപിതാക്കളുടെ സ്നേഹം, അതേപോലെ മുതിർന്നവരായ അവർക്ക് മാതാപിതാക്കൾക്ക് നൽകേണ്ട മക്കളുടെ സ്നേഹം, ഇതൊക്കെ നൽകാനായും കുടുംബത്തോടൊപ്പം അല്പം സമയം ചിലവഴിക്കാനായിട്ടൊന്നും ശ്രമിക്കേണ്ടതാണ്. ദീർഘകാല ധനസമ്പാദനത്തിനുള്ള ചില മാർഗ്ഗങ്ങളൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമാണ്. പ്രണയിക്കുന്നവർക്കും അതേപോലെ തന്നെ നല്ലൊരു ദിവസമായിരിക്കും നാളത്തേത്. ഇനി കുംഭം രാശിയിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് നിങ്ങൾ യോഗയോ ധ്യാനമോ ഒക്കെ ശീലിക്കുന്നത് ഒരു ഗുണം ചെയ്യും, ധാരാളം ഗുണം ചെയ്യും. കാരണം അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ പ്രത്യേകത ഒരുപാട് ചിന്തയാണ്. അതായത് ഒരു 10 വയസ്സിലുള്ള സമയത്തായാലും നിങ്ങൾക്ക് ഒരു 30 വയസ്സിലുള്ള സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്ന തരത്തിലുള്ള ചിന്ത. അതായത് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു നിലവിലുള്ള പ്രായത്തിൻ്റെ ചിന്തയല്ല, വർഷങ്ങൾക്ക് ശേഷം ഏതാണ് സംഭവിക്കുന്നത് ആ കാലത്തെ ഓർത്ത് നിങ്ങൾ ഇപ്പോഴേ ഇരുന്ന് ടെൻഷൻ അടിക്കുക. അങ്ങനൊരു ചിന്ത നിങ്ങൾക്ക്, അല്ലെങ്കിൽ അങ്ങനൊരു പ്രകൃതമാണ് നിങ്ങൾ ഈ കേൾക്കുന്ന ആളുകൾക്ക്. അതായത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരായ ആളുകൾക്ക് അത് മനസ്സിലാകും. കാരണം നിങ്ങൾ അങ്ങനെയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം നടക്കേണ്ട ഒരു കാര്യത്തിനെക്കുറിച്ച് ഇപ്പോഴേ ചിന്തിച്ച് ടെൻഷനാകുന്ന ഒരു സ്വഭാവം, അതാണ് ജീവിതത്തിൽ പലപ്പോഴും പാളിച്ചകൾ ഉണ്ടാകുന്നതിനും വഴിയൊരുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ യോഗയോ ധ്യാനമോ ഒക്കെ ശീലിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത്. കുറച്ച് ധനമൊക്കെ നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ മിച്ചം പിടിക്കാനോ ഒക്കെ കഴിയുന്ന ചില പദ്ധതികൾക്ക് വഴി ഒരുങ്ങുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളത്തേത്. ദമ്പതികൾക്ക് വളരെയധികം സന്തോഷമുളവാകുന്ന ഒരു ദിവസമാണ്. വളരെയധികം സന്തോഷിക്കാൻ സാധിക്കുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷകരമായ ഒരു ദിവസം കൂടിയായിരിക്കും നാളത്തേത്. അപ്പോൾ നാളെ ഈ പറഞ്ഞ 15 നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദിനമാണ്. നിങ്ങൾ ചെയ്യേണ്ട ചെറിയ പരിഹാരങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളാൽ സാധ്യമാവുമെങ്കിൽ അത് ചെയ്യുക. വളരെ ഒരു മാറ്റം നാളെയെന്നല്ല തുടർന്നുള്ള ജീവിതത്തിലും നിങ്ങൾക്ക് വന്നു ചേരും. ഏവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ.